രേണു അപ്പൊ ദുബായിൽ പോയിട്ട് അപ്പൊ വസീകരയൊക്കെ പാടിക്കൊണ്ട് അങ്ങനെ ദുബായ് അങ്ങനെ ഒരു ഓളം സൃഷ്ടിച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ എന്താണ്? അപ്പൊ ഞാൻ ദുബായിൽ പോയിട്ട് നമ്മുടെ റോസസ് ജ്യൂസ് മില്ലി ചേച്ചിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷന് പോയതാണ് തേരയില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വസീകരയൊക്കെ പാടി അന്നേരം വസീകര പാടി തകർത്ത് പൊളിച്ചടുക്കി തീ കത്തിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല. ഇനി ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് 10-1 റിസോർട്ടിലാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു 10-1 റിസോർട്ടിലെ ഇന്നത്തെ ഷൂട്ട്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അപ്പൊ റിസോർട്ടിന്റെ ആംബിയൻസ് എല്ലാം അടിപൊളി. ഞാൻ എപ്പോഴും പറയുന്നത് കോഴിക്കോടും കണ്ണൂരും ആൾക്കാർ ഭയങ്കര സ്നേഹമാണ്. ഞാനത് രുചിച്ചറിഞ്ഞ ആളാണ്. അപ്പൊ കോഴിക്കോട്ടുകാരനായി അഭിമാനിക്കുന്നു. അപ്പൊ 10-1 റിസോർട്ടിന്റെ അടിപൊളി വ്യൂ ആണ്. സോ എല്ലാരും വരിക, എൻജോയ് ചെയ്യുക. ഓക്കെ രേണു, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതെന്ന് പറഞ്ഞാല് ഞങ്ങള് വളരെ കാഷ്വൽ ആയിട്ട് വളരെ തമാശയായിട്ട് രേണു പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ല, അതായത് മീഡിയക്കാര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രേണു വളരെ ഭംഗിയായിരിക്കുന്നു. അപ്പൊ എന്താണ്, സാധാരണ പ്രണയം ഉണ്ടാകുമ്പോഴാണ് സാധാരണ പെൺകുട്ടികൾ നല്ല മനോഹരിയായിരിക്കുന്നത്. അപ്പൊ അതിന് നീ രേണു കൊടുത്തൊരു മറുപടി, ഒരു തമാശക്ക് പറഞ്ഞ ഒരു മറുപടി ആയിരുന്നു. സൂര്യ ചേട്ടനാണ് എന്റെ ഒരു എന്താ പറയാ അല്ലെ? അതെ കറക്റ്റ്. അതെ അപ്പൊ കറക്റ്റ്. അതെ കറക്റ്റ്. അപ്പൊ നല്ലൊരു ജോക്ക് ആയിട്ടില്ല, ഒരു തമാശ നല്ല രീതിയിലാണ് അതിനെ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പൊ രേണുസുതിക്ക് പ്രണയം ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ എന്തായാലും മീഡിയക്കാരോട് പ്രേക്ഷകരോട് 2 വർഷം കഴിഞ്ഞ് ഞാൻ പുറത്ത് പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും രേണുസുതിയുടെ ഹൃദയത്തിലൊരു പ്രണയം. അപ്പൊ പ്രണയം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ ഇനി ഒരുപാട് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവര്, ഇനി പ്രണയിക്കാൻ പോകുന്നവര്, ഇനി പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ 10-1. അതിന്റെ ഒരു അതിന്റെ ഒരു പിന്നെ എന്താ പറയേണ്ട ലൊക്കേഷൻ വരുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ ചക്കിട്ടപ്പാറയില് നരിനടയിലാണ് നമ്മുടെ 10-1 റിസോർട്ട് ഇരിക്കുന്നത്.